മാഷേ 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 എന്താടാ ഒരു മിനിറ്റ് പണിയെടുക്കാണല്ലോ ഞാനിവിടെ പണിയെടുത്തോണ്ടിരിക്കല്ലേ. അല്ല വെറുതെ ഓരോ ഇത് കൈയൊക്കെ അവിടെ വെട്ടി പിടിച്ചിട്ട് ഓരോ ഞാൻ ക്രിയേറ്റീവായി ചിന്തിക്കായിരുന്നു. കടലാസ് വെട്ടിട്ടോ? അല്ല ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? എന്താ ഇങ്ങനൊക്കെ ഇരുന്നാ മതി, അടുത്ത പരിപാടിക്കണ്ടേ? എന്താ അടുത്ത പരിപാടി? നോമ്പൊക്കെ വരില്ലേ, അടുത്ത വീഡിയോ എടുക്കണ്ടേ? ഒരു മിനിറ്റ്. എന്താ പറഞ്ഞ? അല്ല നോമ്പിന്റെ വീഡിയോ ആ നോമ്പൊക്കെ വരാണ്, അപ്പൊ വീഡിയോ എടുക്കണം. ശരിയാണ്. നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ച്, ഇനി ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങും. നോമ്പിന് മലപ്പുറം ജില്ലയിൽ ഹോട്ടലുകൾ തുറക്കില്ല, തുറക്കാൻ സമ്മതിക്കില്ല, ഈ നോമ്പ് കാലത്ത് മലപ്പുറത്ത് വന്നാൽ പട്ടിണി നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ വരും. അത് വരും അല്ലേ? വരൂലേ? അപ്പം മലപ്പുറത്ത് എന്താണ് നോമ്പിന് തുറക്കുന്ന കുറെ ഹോട്ടലുകളുണ്ട്. ഇത് സത്യത്തിൽ നോമ്പ് കള്ളന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വീഡിയോ അല്ല കേട്ടോ. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ കാലം തന്നെ വഴി ഹോട്ടലൊക്കെ കണ്ടുവെച്ചിട്ടുണ്ട്. അവരായി ഹോട്ടൽസ് ഒക്കെ കണ്ടുവെച്ചിട്ടുണ്ട്. നമ്മള് അങ്ങനെ അല്ലാണ്ട് ആരും ഒന്ന് ഇവിടെ കഷ്ടപ്പെടരുത് എന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ള ഹോട്ടലുകളുടെ ലിസ്റ്റാണ് നമ്മൾ പറയുന്നത്. നോമ്പിന് തുറക്കണം. നോമ്പിന് ചില ആൾക്കാർ എന്താണ് തുറക്കും, അവിടെ ഡൈനിങ് ഉണ്ടാവും. ചില ആൾക്കാർ പാർസൽ മാത്രം കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു സംവിധാനം പെരുന്നാളിലുണ്ട്. പെരുന്നാളിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും അങ്ങനെ സംവിധാനം. ഇതറിയാതെ ആരും ബുദ്ധിമുട്ടുണ്ട്. അതിന് നോമ്പ് കള്ളന്മാർക്കല്ല, കള്ളന്മാർക്കല്ല ഒരിക്കലും പറയാം. ഓക്കെ. ഇത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നോമ്പിന് തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റാണ്. ഇനിയും കുറേ പേരുകൾ ഇതിനകത്ത് വരാനുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തിരൂരായിക്കോട്ടെ, കോട്ടക്കലാവട്ടെ, മഞ്ചേരി ആവട്ടെ, നിലമ്പൂരാവട്ടെ ഒക്കെ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇതിൽ വരാത്ത വല്ല പേരുകളും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക.